വെൽക്കം ബാക്ക് ടു എൻജോയ്റ്റി. അപ്പം നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലെ വീഡിയോ ആയിട്ടാണ് കയറുന്നത്. അപ്പം നമ്മൾ മുന്നിൽ ഒരറാത്ത് സാധനം കിടക്കുന്നുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. മുന്നിൽ തന്നെ ഒരറാത്ത് സാധനമാണ് കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. കണ്ട ഗൈസ്, സാധനം നമ്മളെ ഹോണ്ട സിവിക്കാണ്. അപ്പം നമ്മൾ ജസ്റ്റ് എടുത്തിട്ടുള്ളൂ ഗൈസ്. വണ്ടി ഈ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത്. പിന്നെ ഓരോ വർക്കിനൊക്കെ കൊണ്ടുപോകണം. ഗ്ലാസ് അടക്കം നമ്മൾ ടിൻ്റ് അടിച്ചിട്ടുണ്ട് ഗൈസ്, ഹെഡ്ലൈറ്റിൻ്റെ. അപ്പോൾ ഏതായാലും നമുക്കിനി നേരെ എടുത്താണ്ട് നമ്മൾ സ്റ്റിക്കർ കടയിൽ കൊണ്ടുപോയിടാം ഗൈസ്. വേറെ ലെവൽ വർക്കിൽ ഇവൻ ഇറക്കണമെന്നുണ്ട്. ഏതായാലും വേറെ ലെവൽ വർക്കിനെ അവർ കൊണ്ടുവരുന്നിട്ടുണ്ട്. ഏതായാലും അതിനേക്കാൾ ലെവൽ വർക്കിൽ നമുക്ക് ഇവൻ ഇറക്കണം. നമുക്ക് നേരെ നമ്മൾ സ്റ്റിക്കർ കട അവനെ കൊണ്ടുപോയിട്ടിട്ട് ഇവനേക്കാൾ മാസമായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ അവനെ പോയെടുക്കാം. നമ്മളിപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പിൽ എവിടെയാണ് കിടക്കുന്നത്. നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഏരിയക്ക് വണ്ടി നൈസിന് കയറ്റി വെക്കാം. വണ്ടി ഇപ്പം ഇവിടെ കിടക്കട്ടെ ഗൈസ്. അപ്പം ഇനി നമുക്ക് വണ്ടി സ്റ്റിക്കറൊക്കെ അടിക്കാം. പിന്നെ ഇതിനേക്കാൾ മാരകമായിട്ടുള്ള വേറൊരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി എടുത്തിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാണ്ട് ഗൈസ്. അപ്പോൾ ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു വണ്ടി പോയി കാണാം. ആണ് ഗൈസ് നമ്മുടെ സിവിക്ക് ഫുൾ ലുക്ക് ഇതാണ്. ഡോർ ഹാൻഡിൽസൊക്കെ ഓപ്പൺ ആക്കിയപ്പോഴല്ലേ നമ്മളെല്ലാം ഡോർ ഓപ്പൺ ആക്കിയിട്ട് കാരണം സ്റ്റിക്കർ വണ്ടിയൊക്കെ അടിക്കാനല്ലേ ഗൈസ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ പോവാം. ഏതായാലും നമ്മളിവിടെ പാർക്ക് ചെയ്ത് വർക്കിന് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ വണ്ടി വന്നവിടെ വെച്ച് കാണാം. ഇതാണ് നമ്മുടെ മെയിൻ വണ്ടി, നിസാൻ്റെ പെട്രോള്. നമ്മൾ വിദേശത്ത് മേടിച്ചുകൊണ്ടാണ് സഫാരി എന്നുള്ള പിന്നെ അറിയപ്പെടുന്നത്. അവിടെ ഇത് സഫാരി ആണെങ്കിൽ നമുക്കിത് പെട്രോളാണ് ടേസ്റ്റ്. ഏതായാലും നിസാൻ്റെ സ്വന്തം പെട്രോള് വേൾഡിലല്ല കേരളത്തിൽ തന്നെ ആകെ ഇന്ത്യ അടുത്ത് മാത്രമുള്ളൊരു വണ്ടിയാണ് ഗൈസ് ഇത്. ബസ് സിമുലേറ്റർ കളിക്കുന്നതിൽ ആകെ ഇന്ത്യ അടുത്ത് മാത്രമാണ് ഈ ഒരു വണ്ടി ഇല്ല ഗൈസ്. അപ്പോൾ മച്ചാന് എൻ്റെ മാസം കളിക്കുന്നു. അതായത് നമുക്ക് എടുത്തിട്ട് പിന്നെ പോവാം. അല്ലാതെ ഇന്ത്യയിലോട്ടാണ് എൻ്റെ ഉള്ളത് ഗൈസ്. അപ്പോൾ ഇവനെടുത്തിട്ട് പോകാൻ പോണ സ്ഥലം ഏതാണെന്ന് കണ്ടാൽ ഇത് നിങ്ങൾ നെട്ടുന്ന സ്ഥലമാണ് ഗൈസ്. ഏതായാലും പോയിട്ട് കാണാം. നിസാൻ്റെ പെട്രോൾ എടുത്ത് വരികയാണ് നമ്മൾ. ഇതിൻ്റെ അടുത്ത് ഇവിടെ ചെറിയൊരു ഓഫ് റോഡ് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ട ഗൈസ്, വേറെ ലെവൽ ഇൻറ്റീരിയറാണ്. അതായത് നമുക്ക് നേരെ ഓഫ് റോഡ് ഇറക്കാം. വണ്ടി ഒരു ഒന്നേരം ഓഫ് റോഡറാണ് കേട്ടോ ഗൈസ്. നമുക്ക് കാണാം വണ്ടി ഒരു കിടിലം പോലത്തെ ഓഫ് റോഡർ വണ്ടി തന്നെയാണ്. അപ്പം ഇൻറ്റീരിയർ വെച്ച് ഓടിക്കാൻ നല്ല ശീലമാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി ഇൻറ്റീരിയർ വെച്ച് ഓടിക്കുന്നത്. അപ്പം നമുക്ക് ഔട്ടറിലെല്ലാം നോക്കി നോക്കാം. ഔട്ടറിലെ ലുക്കൊക്കെ വേറെ ലെവലാണ്. വേറെ ലെവൽ ലുക്ക് തന്നെയാണ് ടോയ്സ് ഇവനെ. ഏതായാലും ഇവനൊന്നും ഒന്നുമില്ല എന്നാണ് പറയുന്നത് ഗൈസ്. ഏതായാലും നമുക്ക് ഇൻറ്റീരിയറിൽ വെച്ച് ഓടിക്കുക തന്നെ ചെയ്യട്ടോ. അതാണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഗൈസ്. ഏതായാലും ഇൻറ്റീരിയറിൽ വെച്ച് തന്നെ ഓടിക്കാം ഗൈസ്. നമ്മളിങ്ങനെ ഓഫ് റോഡ് പോയോണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയ കുറച്ച് പന്നികളാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. പന്നി നമുക്കിതിലെ പോകാം. കടുവയാണ്. നമുക്ക് നൈസിന് ഇങ്ങനെങ്കിലും വിട്ടു പോകാൻ നോക്കട്ടെ ഗൈസ്. കടുവയാണ് വന്നിരിക്കുന്നത് ഗൈസ്. എന്തോ ഭയത്തിനാണ് നമ്മൾ രക്ഷപ്പെട്ട കാറായിട്ട് പോയോണ്ട്, അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്തതിന് ടൈഗർ എന്തോ ഭയത്തിനാണ് രക്ഷപ്പെട്ട ഗൈസ്. ഏതായാലും ബൈക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അറ്റാക്ക്. അപ്പം നമ്മൾ നൈസിന് സ്കൂട്ടായിട്ടുണ്ട്. പിന്നാലെ ടൈഗർ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ വേറെ പന്നീൻ്റെ വിത്താൻ തന്നെ പോയിട്ടുണ്ട്. പന്നിക്കൂട്ടം എന്താ അവിടെ തന്നെ നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും ഒക്കെ നമുക്ക് അപ്പം നോക്കാം. ഈ ഒരു മാപ്പ് മോഡാണ് കേട്ടോ ഗൈസ് ഇത്. ഈ മാപ്പ് മോഡിൻ്റെ ലിങ്ക് ഞാൻ ഫയൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നിസാൻ പെട്രോളിൻ്റെ ഹോണ്ട സിവിക്കിൻ്റെ മോഡിൻ്റെ ലിങ്ക് ഞാൻ ഫയൽ കൊടുക്കാം ഗൈസ്. അപ്പോൾ ആവശ്യമുള്ളവർ
അവിടെ കയറി ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി ഗൈസ്. ഏതായാലും ഇനി നമുക്കെല്ലാം വയ്യ കാണാം. ടെൽ ദെൻ ബൈ.